എന്തുട്ര ഭയങ്കര ആഘോഷം, 2 ഫുള്ളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഒരു പെഗും കൂടി ബാക്കിയുള്ളൂ. അല്ല എന്താ പരിപാടി? ഭാര്യ ട്രിപ്പ് പോയിക്കേ, ഇനി ഒരാഴ്ച എനിക്ക് ആഘോഷരാവാ. സാഡ് ന്യൂസ് ഉണ്ട്. എന്റെ മോനെ എന്ത് വിഷമം കൊണ്ട് കാര്യമില്ല. സ്മോളാണ് കഴിഞ്ഞത്, ലാസ്റ്റത്തെ പെഗാണ് ഈ ചോദിച്ചു വെച്ചിരിക്കുന്നത്. അല്ല ഏതാ? ഇത് ഭാര്യനെ ട്രിപ്പ് ട്രാവൽ ഏജന്റ്. അപ്പൊ താ ഈ ടൂറിനത് പോണില്ല ഇവരുടെ കൂടെ? അത് പറയാനാ വന്നത്. ജെറുസലേമിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി, അതില് സാറിന്റെ ഭാര്യ മരണപ്പെട്ടു. തനിക്കധികം വിഷമിക്കണ്ട, അവന്റെ ഭാര്യയല്ലേ. അല്ല ടൂറിന്റെ പൈസ മുഴുവൻ കിട്ടി? അല്ല അതൊക്കെ കിട്ടി. അപ്പൊ തീരെ വിഷമിക്കണ്ട. മരിച്ചു പെട്ടെന്ന് ടെൻഷനായിട്ട് കൈ ഇങ്ങനെ പറിച്ചിട്ടേ ചെറുതായിട്ട്. അല്ല ഇനിയിപ്പോ എന്താ എടുത്ത നടപടിക്രമം? നമ്മൾ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. നമ്മളിപ്പോ ജെറുസലേമിൽ തന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആണ്. വേണ്ട വേണ്ട, അവളെ എനിക്ക് എന്റെ കൺമുന്നിൽ വെച്ചിട്ട് നടക്കണം. എടാ നീ ഒന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചോക്കടാ. എടാ നിന്റെ കൺമുന്നിൽ നടക്കണേ, നീ ഇവിടുന്ന് വിസ ടിക്കറ്റ് എടുത്ത് ജെറുസലേമിൽ ഇപ്പൊ 1-1.5 ലക്ഷം രൂപ ചെലവല്ലോ. ഈ 10-20 ലക്ഷം രൂപ ചെലവാക്കണോ? പറ്റില്ല കുട്ടോ, പറ്റില്ലേ. വേറെ ഏത് രാജ്യമായാലും കുഴപ്പമില്ലായിരുന്നു, ജെറുസലേം ആയിട്ട് പറ്റില്ല. ജെറുസലേമിന് എന്താ ഇത്ര പ്രശ്നം? ജെറുസലേമിന് പഴയൊരു ഹിസ്റ്ററി ഉണ്ട്. എന്ത്? ഇതുപോലെ ഒരാളെ അടക്കം ചെയ്തിട്ട് അയാൾ 3-ാമത്തെ ദിവസം തിരിച്ചാവുന്നു. ഇവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയല്ല. അതിനു വേണ്ടി 20 അല്ല 30 ലക്ഷം വരെ മുടക്കാൻ ഞാൻ റെഡിയാ. അവളെ ഈ കൺമുന്നിൽ ഈ മണ്ണിൽ വെച്ചിട്ട് കുഴിച്ചിടണം, അതാണ് എൻ്റെ ആഗ്രഹം.